Hello dear students, welcome back to ISKEC English. Okay, dear students, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്ന് പറയുന്ന മെയിൻ അല്ലെങ്കിൽ കോർ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നമ്മൾ 4ാമത്തെ ബ്ലോക്കിലെ 1ാമത്തെ യൂണിറ്റ്, അതായത് ജെഫ്രി ചോസറിന്റെ കാൻറ്റർബറി ടെയിൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതേ ബ്ലോക്ക്, സെയിം ബ്ലോക്ക്, 4ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ ചാപ്റ്റർ, അതായത് എഡ്മണ്ട് സ്പെൻസറുടെ എപ്പിത്തലാമിയോൺ എന്ന് പറയുന്ന കവിതയാണ് എപ്പിത്തലാമിയോൺ. അപ്പൊ നോക്കൂ, നമുക്ക് നേരെ കവിതയിലേക്ക് പോവാം. എപ്പിത്തലാമിയോൺ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഇതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. 1ാമത്തെ ക്വസ്റ്റ്യൻ, ടു വിച്ച് ജോണർ ഓഫ് പോയട്രി ഡസ് എപ്പിത്തലാമിയോൺ ബിലോങ്? ഈ എപ്പിത്തലാമിയോൺ എന്ന് പറയുന്ന കവിത ഉണ്ടല്ലോ, ഇത് ഉൾക്കൊള്ളുന്ന കാറ്റഗറി നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. കവിത എന്നുള്ളത് ആ ഒരു വിഭാഗത്തിന്റെ പേരാണ്, കവിത, പോയട്രി. അപ്പൊ ഈ പോയട്രി എന്ന് പറയുമ്പോൾ അതിൽ പലതരം കവിതകളുണ്ട്. ഇതിൽ ഏത് വിഭാഗത്തിലാണ് ഈ എപ്പിത്തലാമിയോൺ ഉൾപ്പെടുന്നത്? അപ്പൊ നോക്കുക, ശ്രദ്ധിക്കുക, ഇതൊരു വെഡ്ഡിങ് സോങ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമ്മൾ ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്, എ വെഡ്ഡിങ് സോങ്. ഇതല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി പറയാൻ പറ്റും, ഇതൊരു ഓടാണ് കേട്ടോ. ഓഡ്, മലയാളം ഗീതകം എന്നാണ്. 2ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ലോങ് ലൈൻസ് ആർ ദർ ഇൻ ദ പോയം? ഈ കവിതയിൽ എത്ര വലിയ വരികളുണ്ട്? ലോങ് ലൈൻസ് 365 വലിയ വരികളുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് മൊത്തത്തിൽ ഈ കവിതയിൽ വരുന്നത് 433 വരികളാണ് ടോട്ടൽ ഇവിടെ ടെക്സ്റ്റിൽ പറയുന്നത്. അതിൽ 365 ലോങ് ലൈൻസ് ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 3ാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ഗ്രൂം മെൻഷൻഡ് ഇൻ ദ പോയം? ഈ കവിതയിൽ സൂചിപ്പിക്കുന്ന ഗ്രൂം, വരൻ ആരാ? ഇതിലെ വരൻ സ്പെൻസർ തന്നെയാണ്. ഇതിലെ വരൻ സ്പെൻസറിനെയാണ് വിവാഹം കഴിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ബ്രൈഡ്? ആരാണ് വധു? എലിസബത്ത് ബോയിൽ ആണ് ഇതിലെ വധു. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ വാസ് ദ മാരേജ് ഹെൽഡ്? മാരേജ് എപ്പോഴാണ് നടന്നത്? ഇൻ 1594, 1594. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ്, 6ാമത്തെ ക്വസ്റ്റ്യൻ, വേർ ഡസ് ദ മാരേജ് ടേക്ക് പ്ലേസ്? മാരേജ് എവിടെയാണ് നടന്നത്? അതായത് ആ ഒരു മാരേജിന്റെ കർമ്മം നടന്നത് എവിടെയാണ്, അല്ലാതെ മാരേജ് നടന്ന സ്ഥലത്തിന്റെ പേരല്ല ചോദിക്കുന്നത്. അറ്റ് ദി ആൾട്ടർ, ആൾട്ടറിലാണ്. ആൾട്ടർ എന്ന് പറഞ്ഞാൽ ബലിപീഠം കേട്ടോ. അതായത് ഇപ്പോ ആ ഒരു അതിന്റെ ചടങ്ങുണ്ടല്ലോ, അതിന്റെ കർമ്മം നടന്നത് നമ്മൾ ആൾത്താരാന്നൊക്കെ പറയില്ലേ, ആൾട്ടർ, ബലിപീഠം എന്നാണ് കേട്ടോ. ഇനി നോക്കൂ, ഇനി നമ്മൾ ഇവിടെ മൊത്തത്തിൽ ഇനി ഡിസ്കസ് ചെയ്യുന്നത് ഒരു 3 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. അതായത് ഈ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടോ 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ ഉൾപ്പെടുത്താം. അത്തരത്തിലുള്ള ഒരു 3 ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞിട്ട് ഒരു എസ്സേ ക്വസ്റ്റ്യൻ. എന്നാൽ നമ്മൾ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പൊ 1ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് എ പാരഗ്രാഫ് ഓൺ സിംബൽസ് യൂസ്ഡ് ഇൻ ദ പോയം. ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന സിംബൽസിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക. സിംബൽസ് കേട്ടോ. ഇൻ സ്പെൻസേഴ്സ് എപ്പിത്തലാമിയോൺ വേരിയസ് സിംബൽസ് ആർ യൂസ്ഡ്. ഈ സ്പെൻസറുടെ എപ്പിത്തലാമിയോൺ എന്ന് പറയുന്ന കവിതയിൽ പല സിംബലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. വേരിയസ് സിംബൽസ് ടു റിഫ്ലക്റ്റ് ക്ലാസിക്കൽ മിത്സ് ആൻഡ് പോയറ്റ്സ് ഓൺ ലവ് സ്റ്റോറി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കവിയുടെ ലവ് സ്റ്റോറിയെയും പോയറ്റ്സ് ഓൺ ലവ് സ്റ്റോറി, ഇവിടെ കവിയുടെ സ്വന്തം ലവ് സ്റ്റോറി അല്ലെങ്കിൽ കവിയുടെ വിവാഹം, വെഡ്ഡിങ് ഡേ അല്ലെ, ആ കവിയുടെ ലവ് സ്റ്റോറിയെയും അതേപോലെ തന്നെയാണ് ക്ലാസിക്കൽ മിത്തിനെയും പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടി 2 കാര്യങ്ങളാണ്. ഒന്ന് ക്ലാസിക്കൽ മിത്ത്, അതുപോലെ തന്നെ കവിയുടെ സ്വന്തം ലവ് സ്റ്റോറി. ഇത് രണ്ടും റിഫ്ലക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പല തരത്തിലുള്ള സിംബൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. ദ 24 ലൈൻസ് ആൻഡ് 365 ലൈൻസ്
നോക്കൂ, ദ 24 സ്റ്റാൻസാസ്, 24 സ്റ്റാൻസകൾ. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ 24 ലൈൻസ് എന്നാ പറഞ്ഞത്. ദ 24 സ്റ്റാൻസാസ് ആൻഡ് 365 ലൈൻസ് ഓഫ് ദ പോയം സിംബലൈസ്. ഈ കവിതയ്ക്കുള്ളിൽ വരുന്ന 365 വരികളും 24 സ്റ്റാൻസകളും സിംബലൈസ് ചെയ്യുന്നത്. ദ 24 hours ഓഫ് എ ഡേ, ഒരു ദിവസത്തിലെ 24 മണിക്കൂറിനെയും ആൻഡ് 365 ഡേയ്സ് ഓഫ് എ ഇയർ, ഒരു വർഷത്തിലെ 365 ദിവസത്തെയും റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ യഥാക്രമം. ഇവിടെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഓർഡർ, കാരണം ആദ്യം 24 സ്റ്റാൻസയാണ് പറഞ്ഞത്, അതിനർത്ഥം ഒരു ദിവസത്തിലെ 24 മണിക്കൂറിനെയും പിന്നെ 365 ലൈൻസ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വർഷത്തിലെ 365 ദിവസത്തെയും പ്രതിനിധീകരിക്കുന്നു, പ്രതിനിധാനം ചെയ്യുന്നു, സിംബലൈസ് ചെയ്യുന്നു. അതാണ് റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് ഇവിടുത്തെ ആദ്യത്തേതിനെയും രണ്ടാമത് പറഞ്ഞത് ഇവിടുത്തെ രണ്ടാമത്തേതിനെയും. ഇനി നോക്കൂ, മൊത്തം 24 സ്റ്റാൻസ് ഉണ്ട്, ഓർത്തു വെക്കട്ടോ. ഇതിലെ ഫസ്റ്റ് 16 സ്റ്റാൻസാസ് ഹാവ്, ഇതിലെ ആദ്യത്തെ 16 സ്റ്റാൻസകൾക്കുണ്ട് എ സെലിബ്രേറ്ററി ടോൺ, ഒരു സെലിബ്രേഷന്റെ ടോണാണ്. അതായത് ആദ്യത്തെ 16 സ്റ്റാൻസകൾക്ക് സെലിബ്രേറ്ററി ടോണും ദ ലാസ്റ്റ് 8, അവസാനത്തെ 8 സ്റ്റാൻസകൾക്ക് എ റെസ്റ്റ്ഫുൾ ടോണുമാണ്. അപ്പൊ ഇവിടെ ഈ കവിതയിൽ നമുക്ക് വേണമെങ്കിൽ ഈ കവിതയെ 2 സെക്ഷനാക്കി തിരിക്കാം. ആദ്യത്തെ 16 സ്റ്റാൻസയും അവസാനത്തെ 8 സ്റ്റാൻസയും. ആദ്യത്തെ 16 സ്റ്റാൻസയില് ഒരു സെലിബ്രേറ്ററി ടോണും അവസാനത്തെ 8 സ്റ്റാൻസയില് റെസ്റ്റ്ഫുൾ, വളരെ ശാന്തമായിട്ടുള്ള അല്ലെ റെസ്റ്റ്, അത്തരം ഒരു ടോണുമാണുള്ളത്. ഒന്ന് ഒതുങ്ങ, റെസ്റ്റിംഗ്. ഇത് കാണിക്കുന്നത് എന്തിനാണ്? മിമിക്കിംഗ് ദ ഹവേഴ്സ് ഓഫ് ഡേ, ഡേ ലൈറ്റ് ആൻഡ് നൈറ്റ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ ആ ഒരു 16 സ്റ്റാൻസ കാണിക്കുന്നത് ഡേ ലൈറ്റിനെയാണ്, ഡേ ലൈറ്റ് പകൽ വെളിച്ചത്തെയാണ്. രണ്ടാമത് വരുന്ന 8 സ്റ്റാൻസുകൾ കാണിക്കുന്നത് രാത്രിയെയുമാണ്. അത് നമ്മളവിടെ പറഞ്ഞിരുന്നു. അതായത് സോൾസ്റ്റേസിലാണ് ഈ ഒരു വിവാഹം നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾസ്റ്റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകല് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കണം എന്തു പറഞ്ഞത്, ആ ഒരു 16 സ്റ്റാൻസകൾ ഡേ ലൈറ്റിനെ. കാരണം ഇവിടെ നമ്മൾ മലയാളത്തിൽ അയനാന്തം എന്ന് പറയല്ലേ, ദാറ്റ് ഈസ് സോൾസ്റ്റേസ്. അവ സോൾസ്റ്റേസിലായതുകൊണ്ട് തന്നെ പകല് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഡേ ലൈറ്റിനെ കാണിക്കാൻ വേണ്ടി 16 സ്റ്റാൻസാസും നൈറ്റിനെ കാണിക്കാൻ വേണ്ടി 8 സ്റ്റാൻസാസും നൈറ്റിനെയും റെപ്രസെന്റ് ചെയ്യുന്നു. ദ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് എലിസബത്ത്. ആരാ എലിസബത്ത്? സ്പെൻസർ വിവാഹം കഴിക്കുന്ന ബ്രൈഡ്, വധുവാണ് എലിസബത്ത് ബോയിൽ. ഈ എലിസബത്തിന്റെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ എന്താ? ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരവർണ്ണന. എലിസബത്തിന്റെ ഭംഗി, ശരീരഭംഗിയെ വർണ്ണിക്കുന്നത് ഏതുപോലെ? ലൈക്ക് ഹർ ചീക്ക്, അവളുടെ കവിളിനെ കുറിച്ച് പറഞ്ഞ പോലെ. കവിളിനെ കുറിച്ചിട്ട് എന്താ പറഞ്ഞത്? ആസ് റെഡ് ആപ്പിൾസ്, അവളെ കവിള് ചുവന്ന ആപ്പിള് പോലെയാണ്. അതുപോലെ തന്നെ ആൻഡ് ഐസ് ആസ് സഫയേഴ്സ്, അതുപോലെ തന്നെ അവളുടെ കണ്ണ് സഫയേഴ്സ് പോലെയാണെന്ന് പറയുന്നുണ്ട്. അവളുടെ ചീക്ക് റെഡ് ആപ്പിളുമായിട്ടും ആപ്പിള് പോലെയാണ്. അതുപോലെ തന്നെ ഐസ് സഫയേഴ്സ് പോലെയാണെന്നും പറയുന്നുണ്ട്. മാത്രമല്ല സെർവ് ആസ് പവർഫുൾ സിംബൽസ്, ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു സിംബലാണിത്. അതർ സിംബൽസ് ഇൻക്ലൂഡ്, അപ്പോൾ ഇതിനു പുറമെ വരുന്ന സിംബലുകൾ എന്ന് പറയുമ്പോൾ കോട്ടിംഗ് ബേർഡ്സ് എന്ത് വരുന്നുണ്ട്? കോട്ടിംഗ് ബേർഡ്സ് വരുന്നുണ്ട്. അതായത് കോട്ടിംഗ് ബേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇണ ചേരാൻ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന പക്ഷികൾ. അതുപോലെ തന്നെ ബ്രൈഡ്സ് മെയ്ഡ്സ്, അതുപോലെ തന്നെ ബ്രൈഡിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വധുവിൻ്റെ മെയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവൻസ്. ആസ് ബ്ലെസ്സിങ്സ് ആൻഡ്, ഇതെല്ലാം അവരുടെ അനുഗ്രഹങ്ങളുടെ പ്രതീകങ്ങളാണ്.
എന്തൊക്കെ? ഇപ്പോ കോട്ടിംഗ് ബേർഡ്സും ബ്രൈഡ്സ് മെയ്ഡ്സും ആസ് ബ്ലെസ്സിങ്സ് ആണ്. ആൻഡ് മിത്തോളജിക്കൽ റെഫറൻസസ്, അതുപോലെ തന്നെ ചില മിത്തോളജിക്കൽ ആയിട്ടുള്ള ചില സിംബലുകൾ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സിംബൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? അത് ഒരു ഒബ്ജക്റ്റ്, വസ്തു, അങ്ങനത്തെ സംഭവമായിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മിത്തോളജിക്കൽ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒന്ന് വരുന്നത് ഫീബി എന്ന് പറഞ്ഞാൽ എന്താ? ഫീബി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഗ്രീക്കിലെ ചന്ദ്രനുമായി ബന്ധപ്പെട്ട ഒരു ദേവതയാണ് കേട്ടോ. അതുപോലെ തന്നെ ആൻഡ് മെഡൂസ എന്ന് പറയുന്നത് ഗ്രീക്കിലെ ഒരു മിത്തോളജിക്കൽ ഫിഗറാണ്. അതായത് ദേവതയൊന്നുമല്ല, മിത്തോളജിക്കൽ ഫിഗറാണ് എന്ത്? മെഡൂസ. ഈ മെഡൂസയെ ഉപയോഗിച്ചുകൊണ്ട് അതിലൂടെ കാണിക്കുന്നത് ഒരു കമ്പാരിസൺ ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എലിസബത്ത് ബ്രൈഡ് ഉണ്ടല്ലോ, വധു, എലിസബത്തിന്റെ ഭംഗിയെ മെഡൂസയുമായിട്ട്, മെഡൂസ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഗ്രീക്ക് ഫിഗറാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ തലയിലെ പിന്നെ മുടികളെല്ലാം സ്നേക്സ് ആണെന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല ഇവർ നോക്കിക്കഴിഞ്ഞാൽ നോക്കുന്ന ആളുകൾ കല്ലാകും. അത്തരത്തിലുള്ള ഒരു പ്രത്യേക ഫിഗറാണ്. അവരുടെ ഭംഗിയുമായിട്ട് കേട്ടോ, ഒരു ഗ്രീക്ക് ഫിഗറാണ്. അവരുടെ ഭംഗിയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പരിവേഷവുമായിട്ടാണ്, പരിവേഷവുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? എലിസബത്തിന്റെ ഭംഗിയെ താരതമ്യം ചെയ്യുന്നത്. നോക്കൂ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ അതവിടെ കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് യു ഫൈൻഡ് ഇൻ ദ പോയം ദാറ്റ് മേക്ക് ഇറ്റ് ആൻ ഓഡ്? അതായത് ഈ കവിതയുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ കവിതയെ ഒരു ഓടാക്കുന്നത്? ഈ കവിത ഒരു ഓടാണ്, ഗീതകമാണെന്ന് പറഞ്ഞു. അപ്പൊ അതൊന്ന് നമുക്ക് നോക്കാം. 2 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ കേട്ടോ. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, എപ്പിത്തലാമിയോൺ ഈസ് ആൻ ഓഡ്. എപ്പിത്തലാമിയോൺ ഒരു ഓടാണ്. അതായത് ഓഡ് എന്ന് പറഞ്ഞാൽ എ ടൈപ്പ് ഓഫ് ലിറിക്കൽ പോയം that expresses strong emotions or celebrates a specific event. ശക്തമായിട്ടുള്ള വികാരങ്ങൾ, ശക്തമായിട്ടുള്ള ഇമോഷൻസിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഇവന്റ്, സംഭവത്തെയോ എക്സ്പ്രസ് ചെയ്യുന്ന, കാണിക്കുന്ന കവിത. അപ്പൊ 2 കാര്യം പറഞ്ഞത്, ഒന്നുകിൽ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷന്, അല്ലെങ്കിൽ എന്തായിരിക്കും എന്തെങ്കിലും സ്പെഷ്യൽ ഇവന്റിനെ എക്സ്പ്രസ് ചെയ്യുന്ന കവിത. അതാണ് ഓഡ്. ഇനി ഈ കവിതയിൽ ഇത്തരത്തിൽ എന്തിനെ കാണിക്കുന്നത്? ഇൻ ദിസ് കേസ് എ വെഡിങ്. ഈ കവിതയിൽ ഇവിടെ കാണിക്കുന്നത് ഒരു വെഡിങ് ആണ് കാണിക്കുന്നത്. ദ വേർഡ് എപ്പിത്തലാമിയോൺ ഇറ്റ്സെൽഫ് കംസ് ഫ്രം ഗ്രീക്ക്. ഈ എപ്പിത്തലാമിയോൺ എന്നുള്ള പദം ഗ്രീക്കിൽ നിന്നും വന്നതാണ്. ഇതൊരു ഗ്രീക്ക് വേർഡാണ്. ഇത് മീനിങ്, ഈ ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് അറ്റ് ദ ബ്രൈഡൽ ചാമ്പർ എന്ന, വധുവിന്റെ റൂം. ബ്രൈഡൽ ചാമ്പർ എന്ന് പറഞ്ഞ റൂമാണ് കേട്ടോ. അറ്റ് ദ ബ്രൈഡൽ ചാമ്പർ, അല്ലെങ്കിൽ ഓർ വെഡിങ് സോങ്. 2 അർത്ഥമുണ്ട്. ബ്രൈഡൽ ചാമ്പർ എന്നും വെഡിങ് സോങ് എന്നും അർത്ഥമുള്ള ഒരു ഗ്രീക്ക് പദമാണ് എപ്പിത്തലാമിയോൺ. സ്പെൻസർ റോട്ട് ദ പോയം. സ്പെൻസർ ഈ കവിത എഴുതിയത് ടു സെലിബ്രേറ്റ് ഹിസ് മാരേജ് ടു എലിസബത്ത് ബോയിൽ ഇൻ 1594. 1594 എലിസബത്ത് ബോയിലുമായിട്ടുള്ള തന്റെ വിവാഹത്തെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പെൻസർ ഈ കവിത എഴുതിയത്. അപ്പോൾ ആസ് ആൻ ഓഡ് എന്ന നിലയ്ക്ക് ഈ കവിതയെ കുറിച്ച് നമ്മൾ ഇത്രയുമാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, attempt a discussion on the themes used in the poem. ഈ കവിതയിൽ യൂസ് ചെയ്ത തീമുകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്താലോ? ഒന്നാമത്തെ, ദ മേജർ തീംസ് ഇൻ ദ പോയം ആർ. ഇതിലെ പ്രധാനപ്പെട്ട തീമുകൾ ഇവയൊക്കെയാണ്. ഒന്ന്, സെലിബ്രേഷൻ ഓഫ് മാരേജ്. ഒന്ന് വിവാഹത്തിന്റെ സെലിബ്രേഷൻ ആണ്. എപ്പിത്തലാമിയോൺ ഇസ് എ ജോയ്ഫുൾ സെലിബ്രേഷൻ ഓഫ്. ഈ ഒരു കവിത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ജോയ്ഫുൾ ആയിട്ടുള്ള, വളരെ ആനന്ദകരമായിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണ് ഈ കവിത. ഓഫ് ദി യൂണിയൻ ബിറ്റ്വീൻ സ്പെൻസർ ആൻഡ് എലിസബത്ത്.
എന്താണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്? യൂണിയൻ ബിറ്റ്വീൻ എലിസബത്ത് ആൻഡ് സ്പെൻസർ. സ്പെൻസറും എലിസബത്തും തമ്മിലുള്ള യൂണിയൻ. എന്താ യൂണിയൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്? ഒന്ന് ചേരുക, ദാറ്റ് ഈസ് മാരേജ്. അതാണ് ഈ കവിതയിലൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എംഫസൈസിങ്, ഈ കവിതയിൽ ഊന്നൽ കൊടുക്കുന്നത് ദ ബ്യൂട്ടി ആൻഡ് പ്രോമിസ് ഓഫ് ദെയർ ന്യൂ ലൈഫ് ടുഗദർ. രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, എലിസബത്തിന്റെ ബ്യൂട്ടി, എലിസബത്തിന്റെ ഭംഗി ഇവിടെ അടിവരയിടുന്നുണ്ട്. അതായത് രണ്ട് ഭംഗിയും അടിവരയിടുന്നുണ്ട്. അവളുടെ എക്സ്റ്റേണൽ ബ്യൂട്ടി, അതുപോലെ തന്നെ അവളുടെ ഇന്നർ ബ്യൂട്ടി, മനസ്സിന്റെ ഭംഗിയും, രണ്ടും ഇവിടെ ഈ കവിതയിൽ രണ്ടിനും പ്രാധാന്യം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ് പ്രോമിസ് ഓഫ് ദെയർ ന്യൂ ലൈഫ് ടുഗദർ, അതുപോലെ തന്നെ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചുള്ള ഒരു പുതിയ ജീവിതം. ആ പുതിയ ജീവിതത്തിന്റെ ഒരു പ്രോമിസ്, ഒരു വാഗ്ദാനം കൂടിയാണ് ആർക്ക്? അദ്ദേഹം തൻ്റെ ഇണക്ക്, ബ്രൈഡിന് നൽകുന്ന, എലിസബത്തിന് നൽകുന്ന ഒരു പ്രോമിസ് കൂടിയാണ് എന്ത്? ഈ കവിത. ഓക്കെ, അടുത്തത് ലവ് ആൻഡ് പാഷൻ. അടുത്തൊരു തീമാണ് എന്ത്? സ്നേഹവും അതുപോലെ തന്നെ വികാരം, പാഷനും. ദ പോയം ഈസ് ഫിൽഡ് വിത്ത് എക്സ്പ്രഷൻസ് ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ. പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും എക്സ്പ്രഷൻസ് കൊണ്ട് ഈ കവിത ഫിൽഡ് ആണ്. ബോത്ത് ഫോർ എലിസബത്ത് ആൻഡ് ഫോർ ദ ഐഡിയ ഓഫ് എ ഫുൾഫില്ലിംഗ് മാരേജ്. ഇവിടെ രണ്ട് ആശയമാണ്, രണ്ട് തരത്തിലുള്ള പ്രണയമാണ് ഇവിടെ വരുന്നത്. ഒന്ന്, എലിസബത്തിനോടുള്ള പ്രണയം, ആർക്ക്? സ്പെൻസറിന്. മറ്റൊന്ന്, എല്ലാ നിലയ്ക്കും പൂർണ്ണമായിട്ടുള്ള ഒരു വിവാഹം, അത്തരം ഒരു ഫുൾഫില്ലിംഗ് മാരേജ്, അതുപോലെ തന്നെ ഒരു പൂർണ്ണതയുള്ള വിവാഹം, ആ ഒരു വിവാഹ സങ്കല്പം. കാരണം വിവാഹത്തിന്റെ പൂർണ്ണത അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അപ്പൊ അതോടുള്ള ഒരു പ്രണയം ആരുടെ? കവിയുടെ. അടുത്ത തീം എന്ന് പറയുന്നത് റിലീജിയസ് ആൻഡ് പാഗൻ ഇമാജറി. റിലീജിയസ്, മതപരമായിട്ടുള്ളതും, ആൻഡ് പാഗൻ, പാഗൻ എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട ഇമാജസ്. നോക്കൂ, അപ്പൊ ഇവിടെ റിലീജിയസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സ്പെൻസർ സ്കിൽഫുള്ളി ബ്ലെൻഡ്, വളരെ തന്ത്രപരമായിട്ട് സ്പെൻസർ മിക്സ് ചെയ്യാം. എന്തൊക്കെ? ക്രിസ്ത്യൻ ലാംഗ്വേജ് ആൻഡ് ഇമാജറി വിത്ത് പാഗൻ റെഫറൻസസ്. അതായത് ക്രിസ്ത്യൻ ലാംഗ്വേജും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഇമാജറി. എന്താ ക്രിസ്ത്യൻ ലാംഗ്വേജ് ആൻഡ് ഇമാജറി? ക്രിസ്ത്യൻ ഇമാജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളുമായി ബന്ധപ്പെട്ട, ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ട ഇമാജറികളെ എന്ത് ചെയ്യുന്നു? ബ്ലെൻഡ് ചെയ്യുന്നു. എന്തുമായിട്ട്? വിത്ത് പാഗൻ റെഫറൻസസ് ആൻഡ് മിത്തോളജിക്കൽ അലൂഷൻസ്. അതായത് പുരാണങ്ങളുമായി ബന്ധപ്പെട്ട അലൂഷൻസ്, പുരാണങ്ങളിൽ കാണുന്ന ആദർശങ്ങൾ അല്ലെങ്കിൽ ഐഡിയാസുമായിട്ട്, അതുപോലെ തന്നെ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട, പാഗനുമായി ബന്ധപ്പെട്ട റെഫറൻസസുമായിട്ടും എന്ത് ചെയ്യുന്നു? ബ്ലെൻഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു ക്രിയേറ്റ് റിച്ച് ആൻഡ് ലെയേർഡ് മീനിങ്. പല തരത്തിലുള്ള, പല അർത്ഥ തലങ്ങൾ നൽകുന്നതിന് വേണ്ടി. എന്തിനു വേണ്ടിയിട്ടാ? റിച്ച് ആൻഡ് ലെയേർഡ് മീനിങ്. അതായത് വൈവിധ്യമായിട്ടുള്ള അർത്ഥങ്ങൾ, റിച്ച്, സമ്പന്നമായിട്ടുള്ള, സമ്പുഷ്ടമായിട്ടുള്ള പല അർത്ഥ തലങ്ങൾ കൊണ്ട് ഈ കവിതയെ സമ്പന്നമാക്കുന്നതിന് വേണ്ടി വളരെ തന്ത്രപരമായിട്ട് സ്പെൻസർ ക്രിസ്ത്യൻ ലാംഗ്വേജിനെയും ഇമാജറിയെയും പാഗൻ റെഫറൻസുമായിട്ടും മിത്തോളജിക്കൽ അലൂഷൻസുമായിട്ടും കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്യുന്നു, മീൻസ് മിക്സ് ചെയ്യുന്നു. ഒരു ക്വസ്റ്റ്യനും കൂടി, ഒരു എസ്സേ ക്വസ്റ്റ്യൻ. നോക്കൂ, ഇനി ഞാൻ പറയുന്നത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മളിവിടെ 3 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തില്ലേ? ആദ്യം ഡിസ്കസ് ചെയ്തത് സിംബൽസ്, രണ്ടാമത്തേത് ഇതൊരു ഓഡ് അല്ലെ, ഓഡിന്റെ എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ട്, മൂന്നാമത്തേത് ഇതിലെ തീംസ്. അപ്പൊ ഇതൊക്കെ ഒന്നുകിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 2 മാർക്സിലെ ക്വസ്റ്റ്യൻസ് എന്ന നിലയ്ക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ ചോദ്യങ്ങൾ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ചോദ്യങ്ങൾ വന്ന എന്ത് ചെയ്യും? ഇനി ഞാൻ പറയാൻ പോകുന്ന ആൻസർ ഇല്ലേ, അതൊരു എസ്സേ ആൻസർ ആണ് ഞാൻ പറയാൻ പോണത്. അപ്പൊ ഇനി ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ചോദ്യങ്ങളുണ്ടല്ലോ, 2 മാർക്ക് അല്ലെങ്കിൽ പാരഗ്രാഫ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞത്, അവയുടെ ചോദ്യങ്ങൾ എസ്സേ ആയിട്ട് വരികയാണെങ്കിൽ
ആ പറഞ്ഞ ആൻസർ ഈ എസ്സേയിൽ എന്ത് ചെയ്താൽ മതി, ഉൾപ്പെടുത്തിയാൽ മതി. ഇനി അതിന് നിങ്ങൾ വേറെ എന്ത് ചെയ്യണ്ട, ആൻസർ ഉണ്ടാക്കുകയൊന്നും ചെയ്യണ്ട. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, റൈറ്റ് എ ക്രിറ്റിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം എപ്പിത്തലാമിയോൺ. സ്പെൻസറുടെ എപ്പിത്തലാമിയോൺ എന്ന് പറയുന്ന കവിതയുടെ ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതുക. അപ്പൊ നോക്കല്ലേ, എപ്പിത്തലാമിയോൺ ഈസ് ആൻ ഓഡ് റിട്ടൺ ബൈ എഡ്മണ്ട് സ്പെൻസർ. എഡ്മണ്ട് സ്പെൻസർ എഴുതിയിട്ടുള്ള ഒരു ഓഡ്, ഗീതകമാണ് എപ്പിത്തലാമിയോൺ. സെലിബ്രേറ്റിംഗ് ഹിസ് മാരേജ് വിത്ത് എലിസബത്ത് ബോയിൽ. എലിസബത്ത് ബോയിലുമായിട്ടുള്ള തന്റെ മാരേജ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കവിതയാണ്, ഒരു ഓഡാണിത്. ദ മീനിങ് ഓഫ് ദ വേർഡ് എപ്പിത്തലാമിയോൺ ഈസ് വെഡ്ഡിംഗ് സോങ്. എപ്പിത്തലാമിയോൺ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം വെഡ്ഡിംഗ് സോങ് എന്നാണ്. ഇതൊരു ഗ്രീക്ക് വേർഡാണ്, നേരത്തെ പറഞ്ഞു. ദ പോയം ബിഗിൻസ് in the classical tradition with an invocation of the muses. ഈ കവിത തുടങ്ങുന്നത് ഒരു ക്ലാസിക്കൽ ട്രഡിഷന്റെ രൂപത്തിലാണ്. കാരണം ഒരു ക്ലാസിക്കൽ വർക്ക്, അതായത് ഹൊമറിന്റെ ഇലിയഡ് പോലും ഒരു മഹത്തായിട്ടുള്ള വലിയൊരു ക്ലാസിക്കൽ വർക്ക് തുടങ്ങുന്ന പോലെ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്ലാസിക്കൽ വർക്ക് തുടങ്ങുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും, ദൈവങ്ങളെ പ്രീതിപ്പെടുത്തും. കാരണം വലിയൊരു വർക്ക് എഴുതല്ലേ. അതുപോലെ തന്നെ ഈ വർക്കും തുടങ്ങുന്നത് ആൻ ഇൻവൊക്കേഷൻ ഓഫ് ദ മ്യൂസസ്. ഇൻവൊക്കേഷൻ ഓഫ് ദ മ്യൂസസ് എന്ന് പറഞ്ഞാൽ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക. ഇവിടെ മ്യൂസസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഇമാജിനേഷൻ എന്നാണ്. അപ്പൊ തന്റെ ഭാവന വരണം, എന്നാൽ മാത്രമേ ഇത്രയ്ക്കും മഹത്തായിട്ടുള്ള ഒരു സൃഷ്ടി എഴുതാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടി ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻവൊക്കേഷൻ ഓഫ് ദ മ്യൂസസ്. ദ ബ്രൈഡ് ഈസ് അസ്ലീപ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പോയം. ഈ കവിതയുടെ തുടക്കത്തില് വധു ഉറക്കത്തിലാണ്. ദ ബിഗിനിങ് സ്റ്റാൻസാസ് പ്രസന്റ് ദ വേക്കിംഗ് അപ്പ് ഓഫ് ബ്രൈഡ് ഇൻ ദ മോർണിംഗ്. ഇതിന്റെ ആദ്യത്തെ സ്റ്റാൻസകളിൽ രാവിലെ വധു ഉണരുന്നത് അല്ലെങ്കിൽ വധു എഴുന്നേൽക്കുന്നത് കാണിക്കുന്നു. ഷീ ഈസ് ഇൻ ഹർ ഡ്രീം. അവളുടെ സ്വപ്നത്തിലാണ്. ലേറ്റർ ഓൺ എന്നാൽ പിന്നീട്, ഷീ വേക്സ് അപ്പ് ആൻഡ് ഗെറ്റ്സ് റെഡി ഫോർ ഹർ വെഡിങ്. അവൾ എണീക്കുന്നു, അവളുടെ വിവാഹത്തിന് അവൾ ഒരുങ്ങുന്നു. റെഡി, ഗെറ്റ്സ് റെഡി ഫോർ ഹർ വെഡിങ്. വെഡിങ്ങിന് അവൾ റെഡിയാകുന്നു. ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദി പോയം, ഈ കവിതയുടെ ആദ്യ പകുതിയിൽ, ദ പോയറ്റ് ആസ്ക്സ് ദ ഗോഡ്സ് ആൻഡ് സൂപ്പർ നാച്ചുറൽ ബീയിങ്സ്. ആദ്യ പകുതിയിൽ കവി ദൈവങ്ങളോടും അതുപോലെ തന്നെ സൂപ്പർ നാച്ചുറൽ ബീയിങ്സ്, അമാനുഷിക ശക്തികളോടും കവി ആവശ്യപ്പെടുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു ഹെൽപ്പ് ഹിസ് ബ്രൈഡ് ടു ഗെറ്റ് റെഡി ഫോർ ദെയർ വെഡിങ്. അവരുടെ വിവാഹത്തിന് അദ്ദേഹത്തിന്റെ വധുവിനെ സജ്ജമാക്കാൻ, ഒരുക്കുന്നതിനു വേണ്ടി സഹായിക്കാൻ അദ്ദേഹം ദൈവങ്ങളോടും അതുപോലെ തന്നെ സൂപ്പർ നാച്ചുറൽ ബീയിങ്സിനോടും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ദ പോയറ്റ്സ് റിക്വയർസ് ദ ഗ്രീക്ക് ഗോഡ്സ് ആൻഡ് അതർ സൂപ്പർ നാച്ചുറൽ ബീയിങ്സ്. അതിനുശേഷം അവള് റെഡിയായ ശേഷം കവി വീണ്ടും ദൈവങ്ങളോടും സൂപ്പർ നാച്ചുറൽ എലമെന്റ്സിനോടും റിക്വസ്റ്റ് ചെയ്യുന്നു. എന്താണ് കവി റിക്വസ്റ്റ് ചെയ്യുന്നത്? ടു ലീഡ് ഹർ ടു ദി ആൾട്ടർ ഫോർ ദ വെഡ്ഡിംഗ് സെറിമണീസ്. വിവാഹ ചടങ്ങുകൾക്ക് വേണ്ടി, വെഡ്ഡിംഗ് സെറിമണീസ്, വിവാഹ ചടങ്ങുകൾക്ക് വേണ്ടി അവളെ ആൾത്താറിയിലേക്ക്, ബലിപീഠത്തിലേക്ക് അവളെ നയിക്കുന്നതിന് വേണ്ടി, അവളെ ലീഡ് ചെയ്യാം, അവളെ മുന്നോട്ട് നയിക്കാം. അപ്പൊ തൻ്റെ വധുവിനെ വിവാഹ ചടങ്ങുകൾക്ക് വേണ്ടി, വെഡ്ഡിംഗ് സെറിമണീസിന് വേണ്ടിയിട്ട് ആൾത്താറിയിലേക്ക്, ബലിപീഠത്തിലേക്ക് നയിക്കുന്നതിന് സഹായിക്കാൻ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സിനോടും അതുപോലെ തന്നെ ഗോഡ്സിനോടും പോയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. സ്പെൻസർ യൂസസ് ക്രിസ്ത്യൻ അലൂഷ്യൻസ് റീപ്ലേസിംഗ് ഗ്രീക്ക് വൺസ്. അതായത്
ഗ്രീക്ക് അലൂഷൻസ്, അതായത് ഗ്രീക്ക് ഐഡിയാസ്, ഗ്രീക്ക് ആദർശങ്ങളെ മാറ്റിയിട്ട് അദ്ദേഹം ക്രിസ്ത്യൻ അലൂഷൻസ്, ക്രിസ്ത്യൻ പരാമർശങ്ങൾ, ഇമാജസ് അദ്ദേഹം ഉപയോഗിക്കുന്നു. ആഫ്റ്റർ ദ വെഡ്ഡിങ് സെറിമണി, അങ്ങനെ വിവാഹത്തിന്റെ വെഡ്ഡിങ് സെറിമണി കഴിഞ്ഞു, താലികെട്ട് ചടങ്ങൊക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം ദ ഗോഡ്സ് ടേക്ക് ഹെർ ടു ദ ഹോം ഓഫ് ദി ഗ്രൂം, വരന്റെ വീട്ടിലേക്ക് വധുവിനെ ദൈവങ്ങൾ കൊണ്ടുപോകുന്നു. ദ ഗോഡ്സ് ടേക്ക്, ആരാ കൊണ്ടുപോകുന്നത്? വധുവിനെ കൊണ്ടുപോകുന്നത് ദൈവങ്ങളാണ്. എന്തുകൊണ്ട്? ദൈവങ്ങളോട് സ്പെൻസർ ആവശ്യപ്പെടുകയാണ്, തൻ്റെ വധുവിനെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? തൻ്റെ വീട്ടിലെത്തിക്കണം. അതിനുശേഷം ജോയസ്, വളരെ ഹാപ്പി ആയിട്ടുള്ള ഫെസ്റ്റീവ് മൂഡ് പ്രിവെയിൽസ് ത്രൂ ഔട്ട് ദ ഡേ. ആ ദിവസം മുഴുവനായിട്ടും, ആ വെഡ്ഡിംഗ് ദിവസം മുഴുവനായിട്ടും ജോയസ്, വളരെ ഹാപ്പി ആയിട്ടുള്ള ഫെസ്റ്റീവ് മൂഡ്, ഒരു ആഘോഷത്തിൻ്റെ ഒരു മൂഡ്, ആഘോഷത്തിന്റെ തിമിർപ്പിന്റെ, ആഘോഷത്തിമിർപ്പ് എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ള ഒരു മൂഡ് അന്നത്തെ ദിവസം മുഴുവനായിട്ടും പ്രിവെയിൽസ്, വ്യാപിച്ചു നിൽക്കുന്നു. അല്ലെ, നമ്മൾ പറയില്ലേ, ഇപ്പൊ ഒരു ഓണം, ക്രിസ്മസ്, പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ ദിവസം മുഴുവൻ നമുക്കൊരു സെലിബ്രേഷന്റെ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റീവ് മൂഡായിരിക്കും, ഒരു നേർച്ചയോ പൂരോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു മൂഡ്. ദ പോയറ്റ് വിഷസ് ഫോർ ദ നൈറ്റ് ടു കം, രാത്രിയാകുന്നതിന് വേണ്ടി കവി ആഗ്രഹിക്കുകയാണ്. സോ ദാറ്റ് ദേ മൈറ്റ് ബി ലെഫ്റ്റ് അലോൺ ഫോർ ദെയർ വെഡ്ഡിംഗ് നൈറ്റ്, അങ്ങനെ രാത്രിയായി കഴിഞ്ഞാൽ അവരുടെ വിവാഹ രാത്രിക്ക് വേണ്ടിയിട്ട്, അല്ലെ, വിവാഹരാത്രി വരണമെങ്കിൽ എന്ത് ചെയ്യണം? രാത്രിയാവണ്ടേ? അങ്ങനെ രാത്രിയായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുള്ളൂ? വന്നിരിക്കുന്ന ഗസ്റ്റുകളെല്ലാം പോയിട്ട് വിവാഹരാത്രിക്ക് വേണ്ടി അയാളും അയാളുടെ വധുവും തനിച്ചായി കിട്ടണം. അപ്പൊ തനിക്ക് തൻ്റെ വധുവിനെ ഒന്ന് തനിച്ച് കിട്ടണം, ലെഫ്റ്റ് അലോൺ. അപ്പൊ അതിനു വേണ്ടി രാത്രിയായി കിട്ടണം, അത് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഫൈനലി നൈറ്റ് അറൈവ്സ്, അങ്ങനെ അവസാനം രാത്രി എത്തുന്നു, രാത്രിയാവുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം എത്രയും പെട്ടെന്ന് രാത്രി ആയി കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്. പക്ഷെ ആ സമയത്താണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്, വിവാഹം നടക്കുന്നത് സോൾസ്റ്റീസിലാണ്. അതായത് സോൾസ്റ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ത്, അതായത് അയനാന്തത്തിലാണ്. ഈ അയനാന്തം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഉദ്ദേശിക്കുന്നത് സോൾസ്റ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയനാന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകല് ദൈർഘ്യം കൂടുതൽ, പകല് ദൈർഘ്യം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്ത അദ്ദേഹത്തിന് വന്നു. അദ്ദേഹം മനസ്സിലാക്കുകയാണ്, ഒരുപാട് സമയം കാത്തിരിക്കണം എന്നാലേ രാത്രിയാവും. ഇവിടെ കവിതയുടെ മൂഡൊന്നും മാറുന്നുണ്ട്. പക്ഷെ എന്തായാലും ശരി, അദ്ദേഹം വെയിറ്റ് ചെയ്ത് അങ്ങനെ ഈവനിങ് ആയി, അത് കഴിഞ്ഞ് രാത്രിയുമായി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയുമായി കഴിഞ്ഞു, അല്ലെ, നൈറ്റ് അറൈവ്സ്, രാത്രിയായി. മാത്രമല്ല, ആൻഡ് ദ പോയറ്റ് പ്രൈസ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ദി ഗോഡ്സ് ഫോർ വെൽ ബീയിങ് ഓഫ് ദെയർ മാരേജ്. അവരുടെ വിവാഹം, ആ വിവാഹം നല്ല രീതിയിൽ, വെൽ ബീയിങ്, അത് നല്ല രീതിയിൽ ആകുന്നതിന് വേണ്ടി, അല്ലെ, ആ വിവാഹവും വിവാഹത്തിന്റെ ആ രാത്രിയും നല്ല രീതിയിൽ ആകുന്നതിന് വേണ്ടി കവി ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, അത് ഈ എസ്സേയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ്. ദ പോയറ്റ് പ്ലീഡ്സ് വിത്ത് ദി സിംഗേഴ്സ് ആൻഡ് ഡാൻസേഴ്സ് ടു ലീവ് ദം അലോൺ. ഇതൊന്നും എസ്സേയിൽ പറയുന്നില്ല, ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഒന്ന് വായിച്ചു പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പൊ കവി ആ വിവാഹത്തിന് ഉള്ള സിംഗേഴ്സിനോടും ഡാൻസേഴ്സിനോടൊക്കെ എത്രയും പെട്ടെന്ന് അവിടുന്ന് പോയിട്ട് അവരെ തനിച്ചാക്കി കൊടുക്കാൻ, അവരെ ആക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. എന്താ കാരണം? ഹി ഈസ് ഈഗർ ടു സീ ഹിസ് ബ്രൈഡ് ഇൻ ദ വെഡ്ഡിംഗ് ചാമ്പർ. അതായത് തൻ്റെ വിവാഹ മുറിയിൽ തൻ്റെ വധുവിനെ, ഭാര്യയെ തനിച്ച് കാണുന്നതിന് അയാൾ വല്ലാത്തൊരു ആകാംക്ഷയിലാണ്. എപ്പാർട്ട് ഫ്രം മേക്കിംഗ് ലവ് വിത്ത് ഹിസ് ബ്രൈഡ്, അയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തൻ്റെ ഭാര്യയുമായിട്ട് ഒരു പ്രേമസല്ലാപത്തിൽ ഇരിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ഹി ഈസ് ഈഗർ ടു ഹാവ് എ ചൈൽഡ് വിത്ത് ഹർ. എത്രയും പെട്ടെന്ന് തനിക്ക് അവളില് ഒരു കുട്ടി ഉണ്ടാവണം എന്ന ആഗ്രഹമുണ്ട്, അല്ലേ? അപ്പൊ എന്താ കാരണം?
കാരണം ഇവിടെ ഒരു വിശ്വാസം കൂടി വരുന്നുണ്ട്. ഞാൻ അതൊന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈ ഭാഗം ഞാൻ വായിച്ചത്. ദ ലെജൻഡ് സേസ്, ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അന്ധവിശ്വാസം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു വിശ്വാസമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എ ചൈൽഡ് കൺസീവ്ഡ് ഡ്യൂറിങ് ദി സമ്മർ സോൾസ്റ്റിസ് വിൽ ഗ്രോ ഇൻ ദ മിഡസ്റ്റ് ഓഫ് ഓൾ റിച്ചസ്. അതായത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് സമ്മർ സോൾസ്റ്റിസ്, അതായത് വേനലിലെ ഒരു അയനാന്തമാണ്. ഈ അയനാന്ത ദിവസത്തില് തൻ്റെ ഭാര്യ കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ, അപ്പൊ ആ ഒരു ഉദ്ദേശം ഇന്നത്തെ രാത്രിയിൽ തന്നെ വൈഫ് എന്ത് ചെയ്യണം, കൺസീവ് ചെയ്യണം, പ്രഗ്നന്റ് ആവണം. അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടി എന്ത് ചെയ്യും, വിൽ ഗ്രോ ഇൻ ദ മിഡസ്റ്റ് ഓഫ് ഓൾ റിച്ചസ്. ആ കുട്ടി എല്ലാ സമ്പന്നതയുടെയും നടുവിലായിരിക്കും വളരുക. വുഡ് ഗ്രോ ഇൻ ടു എ വൈസ് പേഴ്സൺ, മാത്രമല്ല നല്ല ബുദ്ധിമാനായിട്ട് മാറും ചെയ്യും. അപ്പൊ ആരാണെങ്കിലും അത്തരം ഒരു അവസരം കിട്ടുമ്പോൾ ആ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്, കാരണം വിശ്വാസത്തെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. എന്തായാലും ഇന്ന് വിവാഹം നടന്ന സ്ഥിതിക്ക് ഇന്ന് തന്നെ തൻ്റെ വൈഫ് എന്ത് ചെയ്യണം, കൺസീവ് ആവണം. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കൺസീവ് ആയിട്ട് ജനിക്കുന്ന കുട്ടി എന്തായിരിക്കും, ബുദ്ധിമാനായിരിക്കും. അതിലുപരിയായിട്ട് സമ്പന്നതയുടെ നടുവിലായിരിക്കും വളരുക. അത് നല്ല കാര്യമല്ലേ? കാരണം അങ്ങനെ ആവുമ്പോൾ മകൻ സമ്പന്നതയുടെ നടുവിൽ വളരുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ആ സമ്പന്നത എന്ത് ചെയ്യാം, ആസ്വദിക്കാമല്ലോ. ദ മേജർ തീംസ് ഇൻ ദ പോയം ആർ, ഈ കവിതയിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട തീമുകൾ ഇത് നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഈ എസ്സേയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. ഒന്ന്, ദ മാരേജ് ബിറ്റ്വീൻ എഡ്മണ്ട് സ്പെൻസർ ആൻഡ് ഹിസ് ബ്രൈഡ് എലിസബത്ത് ബോയിൽ. എലിസബത്ത് ബോയിലും അതുപോലെ തന്നെ സ്പെൻസറും തമ്മിലുള്ള വിവാഹമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയം. അടുത്തത്, ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ദ ബ്യൂട്ടി ഓഫ് ദി ബ്രൈഡ്. ബ്രൈഡ് ആരാ, ബ്രൈഡ് എലിസബത്ത് ബോയിൽ. എലിസബത്ത് ബോയിലിന്റെ ബ്രൈഡിന്റെ ബ്യൂട്ടിയെ, ഭംഗിയെ ഗ്ലോറിഫൈ ചെയ്യുക, ഗ്ലോറിഫിക്കേഷൻ, അതിനെ മഹത്വവൽക്കരിച്ച് ഭയങ്കര സംഭവമായിട്ട് കാണിക്കുക. അതാണ് മറ്റൊന്ന്. അടുത്തത്, ദ യൂസ് ഓഫ് പാഗൺ ആൻഡ് ക്രിസ്ത്യൻ മിത്തോളജി. അതായത് പാഗൺ ക്രിസ്ത്യൻ മിത്തോളജി, ക്രിസ്തു മതത്തിലെയും വിഗ്രഹാരാധനയിലെയും ഇമാജസിനെ മിക്സ് ചെയ്തിട്ട് മിത്തോളജിയെ, ഐതിഹ്യങ്ങളെ എന്തു ചെയ്യുന്നു, ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു തീം. ദ പോയം ഈസ് ആൻ ഓർണമെന്റൽ ഗിഫ്റ്റ്. മാത്രമല്ല ഈ കവിതയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സ്പെൻസറിനെ സംബന്ധിച്ചിടത്തോളം ഈ കവിത ഒരു ഓർണമെന്റൽ ഗിഫ്റ്റാണ്, ഒരു സമ്മാനമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, വധുവിന് വേണ്ടി വലിയ ആഭരണങ്ങളൊന്നും വാങ്ങാൻ സ്പെൻസർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കവി നൽകുന്ന ഓർണമെന്റൽ ഗിഫ്റ്റ് വലിയൊരു ആഭരണ സമ്മാനമാണിത്. ഫ്രം സ്പെൻസർ ഫോർ ഹിസ് ബ്രൈഡ്, സ്പെൻസർ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ജീവിതത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും പ്രോമിസൊക്കെ ഉണ്ടല്ലോ, വാഗ്ദാനങ്ങളൊക്കെ അല്ലെ. ഇതെല്ലാം തൻ്റെ ഭാര്യയ്ക്ക് നൽകുന്ന ഒരു ഓർണമെന്റൽ ഗിഫ്റ്റ് ആണ്. ദ മേജർ ലിറ്റററി ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ പോയം ആർ അലൂഷൻസ് ആൻഡ് കൺവെൻഷണൽ മോട്ടീവ്സ്. ഈ കവിതയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഇമാജസ്, ഏതാനും അലൂഷ്യൻസും അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള സാധാരണ ശൈലിയിലുള്ള ചില മോട്ടീവ്സും അതുപോലെ തന്നെ അലൂഷൻസ്, ചില ഇമാജസ് അല്ലെങ്കിൽ ചില പരാമർശങ്ങളും മറ്റൊക്കെയാണ്. ദ പോയം ഈസ് റിച്ച് ഇൻ സിംബൽസ് ആൻഡ് ഇമാജറി ഫ്രം ക്രിസ്ത്യൻ ആൻഡ് ഗ്രീക്ക് മിത്തോളജി. ഈ കവിത സിംബൽസ് കൊണ്ട് സമ്പന്നമാണ്. ഈ കവിത അതും ഗ്രീക്ക് ക്രിസ്ത്യൻ മിത്തോളജി, ഗ്രീക്ക് ക്രിസ്ത്യൻ മിത്തോളജി ഐതിഹ്യങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള സിംബൽസ് കൊണ്ട് സമ്പന്നമാണ് ഈ കവിത. നോക്കൂ, ലാസ്റ്റ് പാരഗ്രാഫ്, ദ പോയം ഈസ് റിട്ടൺ ഇൻ ഫ്ലവറി ലാംഗ്വേജ്. ഒരു ഫ്ലവറി ലാംഗ്വേജിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അലങ്കാരങ്ങളൊക്കെയുള്ള ഒരു ലാംഗ്വേജിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. ഇറ്റ് ഹാസ് 24 സ്റ്റാൻസാസ് ആൻഡ് ഈച്ച് സ്റ്റാൻസ ഹാസ് റിഫ്രൈൻ. ഈ കവിതയിൽ 24 സ്റ്റാൻസകളുണ്ട്. ഓരോ സ്റ്റാൻസയിലും റിഫ്രൈൻ ഉണ്ട്. റിഫ്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈരടികൾ, ഈരടി, അതായത്
റിപ്പീറ്റ് ചെയ്തു വരുന്ന വരികൾ, അതിനാണ് റിഫ്രെയിൻ എന്ന് പറയാം. 24 വരികളുണ്ട്, 24 സ്റ്റാൻസ. 365 വരികളുണ്ട്, 24 സ്റ്റാൻസകള്. 24 സ്റ്റാൻസയിലും റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ ഈരടികളുണ്ട്. The setting of the poem has similarities with Irish countryside. ഈ കവിതയുടെ പശ്ചാത്തലത്തിന് ഐറിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയർലൻഡിലെ നാട്ടിൻപുറവുമായിട്ട് ഒരുപാട് സാമ്യതകളുണ്ട്. Where Spencer's wedding ceremony was conducted. അവിടെയാണ്, അതായത് ഐറിഷ് കൺട്രി സൈഡിൽ, അയർലൻഡിലെ നാട്ടിൻപുറത്താണ് സ്പെൻസറുടെ വിവാഹ ചടങ്ങ് നടന്നത്. ആ നാട്ടിൻപുറവുമായിട്ട് ഈ കവിതയുടെ സെറ്റിങ്ങിന് വളരെയധികം സാമ്യതകളുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് എഡ്മണ്ട് സ്പെൻസറുടെ എപ്പിത്തലാമിയോൺ എന്ന് പറയുന്ന കവിത വരുന്ന യൂണിറ്റ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഞാൻ സാധാരണ പറയുന്ന പോലെ പറയാണ്, എല്ലാവരും എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്തിട്ട് കാണണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.